എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവിയുടെ പിറന്നാളാഘോഷം അങ്ങനെ നടക്കുകയാണ്. പല്ലവിയുടെ മോഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു സോറിയൊക്കെ പറഞ്ഞു. പക്ഷേങ്കില് പല്ലവി പറഞ്ഞു എന്തായാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പാറു പറഞ്ഞു സോറി കേട്ടോ ചേച്ചി, ഞാനും എല്ലാവരോടും ഒപ്പം കൂട്ടുന്നു. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ചേച്ചിയുടെ മനസ്സിൽ ഇത്ര വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ ചേച്ചി ഇത്ര ടെൻഷൻ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം. ആ സമയം ആൻ ടീച്ചർ ശരിയാ, ഞാനൊരു ടീച്ചറാന്ന് പോലും ചിന്തിച്ചില്ലെന്ന് പറയാം. ഒരു നിമിഷത്തേക്ക് ഞാനും നിങ്ങളോടൊപ്പം കൂടിയെന്ന് പറയണം. സേതു പറഞ്ഞു അതെ, എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പല്ലവിയോട് സോറി ചോദിക്കുവാന്ന് പറയാം. പല്ലവി പറഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ കാര്യമൊന്നുമില്ല, എന്താണെങ്കിലും കേക്ക് കട്ട് ചെയ്ത് നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ പല്ലവി കേക്ക് കട്ട് ചെയ്യുക. എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയണം. കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഫുഡ് വരുവാണ്. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പല്ലവി പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പിറന്നാളാഘോഷം. അച്ഛനും അമ്മയും അടുത്തില്ലാത്ത ആദ്യത്തെ പിറന്നാളാഘോഷം ഇത്. രാവിലെ തൊട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. സാധാരണ അച്ഛനും അമ്മേനെ വിളിച്ച് വിഷ് ചെയ്യുന്ന ഇത്തവണ അതും ഉണ്ടായില്ല. അതിൻ്റെതായ ഒരു വിഷമം. പോരാത്തിന് പാറു പോലും എന്നെ വിഷ് ചെയ്തില്ല. അതിന്റെ സങ്കടമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയത് എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഇന്ന് വരെ കിട്ടിയിട്ടില്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു എന്റെ ജീവിതത്തിലും അതെ, എനിക്ക് പിന്നെ ബർത്ത്ഡേ എന്നാന്ന് പോലും അറിയത്തില്ല. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ആരുമില്ല. ആകെപ്പാടെ എല്ലാ വർഷവും സേതുവേട്ടൻ എനിക്കൊരു ഷർട്ടും മുണ്ടും വാങ്ങിച്ചൊരു ദിവസം, ആ ദിവസമാണ് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതാണ് എനിക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിനും ബാക്കി എല്ലാവർക്കും സങ്കടമായി. ആന ടീച്ചറിന്റെ മുഖം ആകെപ്പാടെ മാറിപ്പോയി. ആന ടീച്ചർ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടപ്പം മിത്രൻ ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി ടീച്ചർ? ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ടീച്ചർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ടീച്ചറിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. എന്താ ടീച്ചറെ, എന്താ കണ്ണ് നിറഞ്ഞെന്ന് ചോദിക്കാം. അത് ഈ ഫുഡിന്റെ എരിവ് കൊണ്ടാ. ഫുഡിന്റെ എരിവാണോ അതോ ഇപ്പൊ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ആന ടീച്ചറിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട്. ആന ടീച്ചർ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അയ്യോ സോറി ടീച്ചറെ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്ന് പെട്ടെന്ന് മിത്രം പറയുകയും ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ അങ്ങോട്ട് പിരിയുവാണ്. പിന്നീട് കാണിക്കുന്നത് സേതുവും പല്ലവിയും കൂടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ പല്ലവി ചോദിച്ചു അല്ല ഞാൻ സേതുവേട്ടൻ ഇതിന് പകരമായിട്ട് എന്താ തരണ്ടേന്ന് ചോദിക്കുക. ഇത്ര എനിക്ക് വേണ്ടി ഇത്ര നല്ലൊരു വിരുന്നൊക്കെ ഒരുക്കിയില്ലേ, അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ അങ്ങനെ ചോദിച്ചോണ്ട് എന്ത് സേതുവേട്ടനൊന്നും തോന്നണ്ടെന്ന് പറയണ. പെട്ടെന്ന് സേതു പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് പല്ലവി ആ കൈ എടുക്കുവാണ്. ആ കൈ എടുത്തിട്ട് ആ കയ്യിലേക്ക് ഒരു ഉമ്മയും കൂടെ കൊടുക്കുവാണ്. സേതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. പെട്ടെന്ന് പല്ലവിനെ ചേർത്ത് പിടിക്കുകയാണ് സേതു. അങ്ങനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീഹരി കടന്നു വരുന്നത്. എനിക്ക് അങ്ങോട്ട് കയറി വരാലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി സേതുവും കൂടെ പെട്ടെന്ന് അകന്നു മാറുവാണ്. ശ്രീഹരി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. അത് ശ്രീഹരിയുടെ വെറും സ്വപ്നം മാത്രമായിരുന്നു. ശ്രീഹരി ചേറയിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി സേതുവും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രീഹരി എടാ ശ്രീഹരി നമ്മളെ കുലിക്ക് വിളിക്കുക. ഓഹ് എന്നെ വെറുതെ ശല്യം ചെയ്യില്ലെന്ന് പറയണം. വീണ്ടും കുലിക്ക് വിളിച്ചപ്പോ എന്താ എന്താ സേതുവേട്ടാന്ന് ചോദിക്കുക. രണ്ടുപേരെ മാറി മാറി നോക്കുക. ആഹാ കൊള്ളാലോ, അപ്പൊ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചല്ലേന്ന് ചോദിക്കുക. എന്ത് കാര്യം? അല്ല സേതുവേട്ടാ, സേതുവേട്ടൻ പണി പറ്റിച്ചില്ലെന്ന് ചോദിക്കുക. എന്താടാ എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്നാണ് ഓർത്തെ ഇനി താൻ കണ്ട സ്വപ്നമാണോ? അയ്യോ സ്വപ്നമായിരുന്നു തോന്നല്ലോ. പെട്ടെന്നാണ് ആ ചിന്ത മനസ്സിലേക്ക് വന്നത്. എന്താടാ കാര്യം? നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ ഇച്ചിരി മിത്രേട്ടൻ തന്നു പറയണ. ഇച്ചിരി തന്നു എന്തിനാ? എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ദഹിക്കാൻ വേണ്ട. എന്ത് ദഹിക്കാൻ? അല്ല മദ്യം ദഹിക്കാൻ വേണ്ട. ഒറ്റ എണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ. അപ്പൊ നീ ഇതും തുടങ്ങിയല്ലേന്ന് ചോദിക്കാം. അല്ല സേതുവേട്ടാ ആദ്യമായിട്ടാന്ന് പറയണ. അതുകൊണ്ടല്ലേ എനിക്ക് നല്ലൊരു കാര്യം കാണാൻ പറ്റിയെന്ന് ചോദിക്കുക. എന്ത് നല്ല കാര്യം? അതൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ വിളിച്ചൊക്കെ മാറ്റി എടുത്തോണം. അതെ ഞാൻ സേതുവേട്ടനെ പല്ലവി ചേച്ചി സ്വപ്നം കണ്ടെന്ന് പറയാം. ആ കൊള്ളാം. എന്നിട്ടോ? എന്നിട്ട് അത് പിന്നെ സേതുവേട്ടനെ കെട്ടിപ്പിടിച്ച് പല്ലവി ചേച്ചി ഉമ്മ ഒക്കെ സ്വപ്നം കണ്ടേ. ഓ എന്നിട്ട് ബാക്കിയോ? ഓ അപ്പത്തേനും ഞാൻ അങ്ങോട്ട് കയറി വന്നില്ലേ, നശിപ്പിച്ചു. എടാ നല്ലൊരു സ്വപ്നം കാണാൻ പോലും നീ സമ്മതിക്കില്ല. സ്വപ്നത്തിൽ നീ വലിഞ്ഞു കയറി ഒരുപാട് ദുഷ്ടാന്ന് വെക്കാം. ഇനി അടുത്ത തവണ കാണട്ടെ. അടുത്ത തവണ കാണുമ്പോ എന്താണെങ്കിലും ഇനിയിപ്പം ഞാൻ കയറി വരുന്നില്ല, ഞാൻ മാറി ഒന്നുള്ള സേതുവേട്ടാന്ന് പറയാം. ശരി ശരി സമ്മതിച്ചു. പല്ലവി വെച്ച് എന്താ രണ്ടുപേരും കൂടെ ഒരു വർത്താനം? ഒന്നുമില്ലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ സേതുവിന്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീഴുന്ന പോലെയായി ശ്രീഹരി. പെട്ടെന്ന് സേതു മതി ഇവന് ഓഫായെന്ന് തോന്നുന്നത്. ഇവന് നമുക്ക് അവിടെ കൊണ്ടേ കിടത്താന്ന് പറഞ്ഞുകൊണ്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിച്ച മുറിയിലേക്ക് തന്നെ അവനെ കൊണ്ടേ കിടത്തുവാണ്. അങ്ങനെ അവിടെ കിടത്തി കഴിഞ്ഞിട്ട് നീ രാവിലെ ഏറ്റു കഴിയുമ്പോഴത്തേന് ഇവൻ പൊക്കോളൂ എന്ന് പറയാണ്. എന്നാ ശരി നമുക്ക് ഇറങ്ങാൻ പല്ലവി എന്ന് പറയാണ്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുക. താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഗേറ്റ് അടയ്ക്കുവാണ്. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്.
പെട്ടെന്ന് സേതുവിനോട് പല്ലവി എന്തേ സേതുവിടെ ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന ഇനിയിപ്പോ നമ്മളെങ്ങനെ പുറത്തു പോകും? കാറ് എങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് പോകുന്ന രണ്ടുപേർക്കും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ കേശവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. വിളിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും കേശവേട്ടൻ പറഞ്ഞു, ആ ഗേറ്റ് അടച്ചോ? അന്നാ മിക്കവാറും ആ സെക്യൂരിറ്റിക്കാരനായിരിക്കും, അയാളുടെ പണിയായിരിക്കും. അയാൾ ഗേറ്റൊക്കെ അടച്ചു പൂട്ടിയിട്ട് മിക്കവാറും പോയി ഓഫായി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും എന്ന് പറയണം. ഇനിയിപ്പം വിളിച്ചാലും കിട്ടത്തില്ല, ഇനിയിപ്പം എന്ത് ചെയ്യും എന്നോർത്ത് ആകെപ്പാട്ട് ടെൻഷനായി പല്ലവിക്ക്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കേശവേട്ടനെ പോയി കാണാം, കേശവേട്ടൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല എന്നും പറഞ്ഞു രണ്ടുപേരും കേശവേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് അല്ല അതിനു മുമ്പ് ആ സമയത്തല്ല അതിനു മുമ്പ് തന്നെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ദ്രന്റെ കൂട്ടാളികള് ഇന്ദ്രന്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇന്ദ്രൻ രാവിലെ തൊട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കും അല്ലേ, അതെ ഭാര്യ ഇവിടെ ഉണ്ട്, റിസോർട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വരുവാണെങ്കിൽ രണ്ടുപേരെയും കൂടെ കയ്യോടെ പൊക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രന്റെ സമനില തെറ്റിയായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് പാഞ്ഞു പെറുക്കി വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് സേതുവോ പല്ലവിയോ അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല. പിന്നീട് കേശവേട്ടൻ്റെ അടുത്തേക്ക് അവർ രണ്ടും ചെല്ലുവാണ്. കേശവേട്ടൻ പറഞ്ഞു, ഇനിയിപ്പം ഗേറ്റ് തുറക്കാൻ നോക്കണ്ട, നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ, ഇതേ ഒരു സൈക്കിൾ ഇരിക്കുന്നു, ഈ സൈക്കിളെ കയറി അങ്ങോട്ട് പൊയ്ക്കൊള്ളാൻ പറയണം. ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ക്യാബിൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ക്യാബിൻ ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി ഉള്ളേരിയ ആയതുകൊണ്ട് അങ്ങോട്ട് ക്യാബിൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ആ പ്രതീക്ഷയും പോയി. സേതു പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിളോ പറ്റുള്ളൂ എന്ന് പറയാം. സൈക്കിളെങ്കിൽ സൈക്കിള് കിട്ടുന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നീട് പല്ലവി കയറുവാണ്. അങ്ങനെ അവരും കൂടെ പോവാണ്. പല്ലവിയോട് സേതു ചോദിച്ചു, അല്ല എന്തേലും നിനക്ക് വിഷമം ഉണ്ടോന്ന് ചോദിക്കും. എന്ത് വിഷമം? അല്ല എന്നോടൊപ്പം ഈ സൈക്കിള് വരാനായിട്ട്. ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, സേതുവിന്റെ പ്രാക്ടീസ് ഉണ്ടോ? പിന്നല്ലാതെ ഈ കാറൊക്കെ എന്നാ വന്നേ? ഇതിനു മുമ്പ് ഞാൻ സൈക്കിളൊക്കെ നടത്തിക്കൊണ്ടിരുന്നല്ലേ, സൈക്കിളല്ലായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരുന്നേന്ന് ചോദിക്കോ. ഓ അങ്ങനെ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ അങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇന്ദ്രന്റെ കൂട്ടാളിയുടെ നിൽപ്പുണ്ടായിരുന്നു. എടാ എന്തായി കാര്യങ്ങള്, അവരിവിടെ ഉണ്ടോന്ന് ചോദിക്കാം. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സൈക്കിളും കൊണ്ട് അവർ പോയെന്ന് പറയണം. സൈക്കിളും കൊണ്ട് പോടെ ഏലോടെ അപ്പുറത്തൊരു ചെറിയൊരു വഴിയുണ്ട്, അതിൽ കൂടെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് അവര് പോയെന്ന് പറയണം. കുറച്ചു സമയം മുമ്പ് ഇന്ദ്രേട്ടൻ വരണ്ടല്ലാന്ന് ചോദിക്കും. എടാ എന്നും പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഒരുത്തന്റെ കോളറിന് അങ്ങോട്ട് കുത്തി കയറി പിടിക്കണം. എന്റെ ചേട്ടാ, എന്റെ കോളറിന് കയറി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടൻ നേരത്തെ വരാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? ഞങ്ങൾ വിളിച്ച് അറിയിച്ചല്ലേന്ന് ചോദിക്കാം. ഇപ്പൊ വിളിച്ചറിയിച്ചാണോ ഞങ്ങളുടെ കുഴപ്പമെന്ന് ചോദിക്കാം. ആ സോറി കേട്ടോ. ശരി ശരി, ഗേറ്റ് തുറക്കാൻ പറയണം, കാരണം അവന്മാരാണ് ഗേറ്റ് പൂട്ടിയിട്ടത്. സേതുവും പല്ലവിയും വണ്ടി എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ പണിയായിരുന്നത്. പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്, നമുക്ക് ഇവിടുത്തെ അവളുടെ കയ്യിലെടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി ചെല്ലുവാണ്. ആ സമയം കേശവേട്ടൻ അകത്തുണ്ടായിരുന്നു. കേശവേട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കുറച്ച് പൈസയും വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇവിടുത്തെ CCTV ഫുട്ടേജ് വേണമെന്ന് പറയണം. ഇത് കേട്ടതും അയാളൊന്ന് നോക്കി. പിന്നീട് ആ ഫോൺ അങ്ങോട്ട് തരാൻ പറയണം. ഫോൺ അങ്ങോട്ട് കൊടുത്തു. ഫോണിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാന്നൊക്കെ പറയണം, കോപ്പി ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കൊടുത്തു. പിന്നീട് അതും മേടിച്ചോണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് സേതുവും പല്ലവിയും കൂടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമല്ല സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോരുവാണ്. പല്ലവി ചോദിച്ചു, അല്ല എന്നെ ഉരുട്ടിയിടുവൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെയൊക്കെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് സൈക്കിൾ ചവിട്ടുന്നത്, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ചവിട്ടിയിട്ടില്ലെന്ന് പറയാം. ഓഹോ അതെ, വേണമെങ്കിൽ ആവായിരുന്നല്ലോ, പെങ്ങന്മാരൊക്കെ ഇല്ലായിരുന്നോ? പിന്നെന്തായിരുന്നു കുഴപ്പം? അല്ല ആയ കാലത്ത് പെങ്ങന്മാരുടെ കൂടെ വന്നിരിക്കുമായിരുന്നെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ സൈക്കിൾ യാത്രകളൊക്കെ ചെയ്യായിരുന്നല്ലോ, അതാരുടെ കുഴപ്പമാ, സ്വന്തം കുഴപ്പമില്ലെന്ന് ചോദിക്കാം. ഓ അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുവാണെന്ന് ചോദിക്കും. അതല്ല ഞാൻ പറഞ്ഞേ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇനി ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. ഓ അപ്പൊ ഇനിയും നമ്മളിങ്ങനെ സൈക്കിളിൽ പോകുന്നതാണോ പറയണേ? അങ്ങനെയല്ല പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ഇത് കേട്ടാ പല്ലവി പറഞ്ഞു, ഇനിയിപ്പോൾ കുഴപ്പമില്ല സേതുവേട്ടൻ, ഇനിയിപ്പം എല്ലാവരും ആയല്ലോ, അമ്മയായി എല്ലാവരും ആയല്ലോ, പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. അത് ശരിയാന്ന് സേതു പറയാ, ഇപ്പം എല്ലാവരും എൻ്റെ ജീവിതത്തിലുണ്ട്, ഇനി ആ പെങ്ങന്മാരെ എല്ലാം കല്യാണം കഴിപ്പിച്ചു വിടണം. ദേ അമ്മേനെ പൂർണ്ണിയമ്മേനെ എനിക്ക് പൊന്നുപോലെ നോക്കണം, പിന്നെ എൻ്റെ കാണാതെ പോയ അമ്മേനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം, അവരെ നല്ലപോലെ തന്നെ നോക്കണം, അതൊക്കെ എൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ അവരോടൊപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി ചോദിച്ചു, അത് മാത്രം മനസ്സിൽ ആഗ്രഹമുള്ളൂന്ന് ചോദിക്കും. അല്ല വേറെന്താ ആഗ്രഹം? അല്ല പിന്നെ സേതുവിന്റെ കല്യാണം കഴിക്കേണ്ടെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും സേതു ഒരു നിമിഷം ഒരു അമ്പരപ്പോട് കൂടി പല്ലവിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.